ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് സെക്ഷനിൽ നാലാമത്തെ പാട്ടാണ്. റിബൽ റിഡ്ജിൻ്റെ നാലാമത്തെ പാട്ട് സ്റ്റോറിയാണ്. അപ്പോൾ റിബൽ റിഡ്ജ് 2024 ഇറങ്ങിയ സിനിമയാണ് റിബൽ റിഡ്ജിൻ്റെ കഥയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നിങ്ങൾ 1, 2, 3 പാർട്സ് കണ്ടിട്ടില്ലെങ്കിൽ അതാദ്യം കണ്ടിട്ട് വരിക, എന്നാലേ കഥ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ ലൈക്ക് അടിക്കാവുന്നവർ ലൈക്ക് അടിക്കുക. നിങ്ങൾക്കും ചിലവില്ല, എനിക്കും ഗുണമുണ്ട്, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത് മറ്റേ ഗവർണറിനെ കണ്ട അവർ സംസാരിക്കുന്ന ഇതായിരുന്നു. അപ്പോൾ ടെറി ഗവർണറിനോട് ചോദിക്കുക, എൻ്റെ കാശ് എങ്ങനെയാണ് ഇല്ലീഗലാവുന്നത്? ഞാൻ സത്യസന്ധമായിട്ട് സമ്പാദിച്ച കാശാണ്, ആ കാശ് വെച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗവർണർ ടെറിയോട് പറയും, ഇവിടെ ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്, ഞാൻ അതൊന്നും അന്വേഷിക്കാറില്ല എന്ന് ടെറിനോട്. അപ്പം ടെറി പറയും, എന്നാൽ പിന്നെ ഇത് പറ, എന്തിനാ മൈക്കിന് 90 ദിവസം നിങ്ങൾ റിട്ടൻഷൻ പീരിയഡിൽ വെച്ച് അതെന്തിനാന്ന് പറയും. അതിൽ വല്ല ദുരൂഹതയുണ്ടോയെന്ന് ചോദിക്കുമ്പോഴാണ് സമ്മറിന് ഒരു കാര്യം ഓർമ്മ വന്നത്. മൈക്കിനെ പിടിച്ച് ഇത് ഡാഷ് ക്യാമിൽ റെക്കോർഡായിട്ടുണ്ടാവും, അതിലെന്തെങ്കിലും ദുരൂഹത ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ 90 ദിവസം റിട്ടൻഷൻ പീരിയഡിൽ വെച്ചത് എന്ന് സമ്മർ പറയും. കാരണം 90 ദിവസത്തിനുള്ളിൽ മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത് വീഡിയോ ഡിലീറ്റ് ചെയ്യും, പിന്നെ ഇത് മൈക്കിനെ നേരത്തെ അവർ കൊല്ലുകയും ചെയ്യും എന്ന് സംശയം ഉണ്ടായിരുന്നു സമ്മറിന്. അപ്പോൾ ആ ടെറി ജഡ്ജിനോട് ചോദിക്കും, എന്താണ് ആ മൈക്കിൻ്റെ വീഡിയോ ഉള്ളത് എന്ന് ചോദിക്കും. അപ്പോൾ ജഡ്ജ് പറയും, എനിക്ക് അറിയില്ല എന്താ ഉള്ളതെന്നുള്ളത്. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇത് പറയും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നും പറഞ്ഞ് ടെറി എന്ത് ചെയ്യുന്ന വെച്ചാൽ ജഡ്ജിൻ്റെ കൈ അവിടെ കെട്ടിടും. എന്നിട്ട് അയാളുടെ സ്ലീപ്പിംഗ് ബില്ലിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് കഴിക്കാൻ പറയും. എന്നാൽ ടെറി അപ്പോൾ നിർബന്ധിച്ച് ഒരെണ്ണം കഴിപ്പിക്കുന്നു. എന്നിട്ട് ഗവർണർ ബോധം പോകുന്നു. പിന്നെ പ്രായമായതുകൊണ്ട് പുള്ളിക്ക് അത് സീരിയസ് കണ്ടീഷനാവുന്നു. എന്നിട്ട് മൈക്കിട്ട് ടെറിയും സമ്മറും കൂടി അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് സമ്മറിനോട് ചോദിക്കും, ഈ ഹാർഡ്വെയർ ഡിസ്ക് എവിടെയായിരിക്കും ഇരിക്കുന്നത്, എവിടെയാണെന്ന് നിനക്കറിയുമോയെന്ന് ചോദിക്കും. അപ്പോൾ സമ്മർ പറയും, അത് കോർട്ട് ഹൗസിൻ്റെ ബേസിലായിരിക്കും ഉള്ളത്, പക്ഷേ അവിടെ അലാറം സിസ്റ്റം ഉണ്ട്, അവിടെ സൂക്ഷിച്ച് വേണം കയറി ചെല്ലാൻ എന്ന് പറയും. അങ്ങനെ അവർ സ്റ്റോർ റൂമിലോട്ട് എത്തിയിട്ട് അങ്ങനെ നടന്നു നോക്കുമ്പോൾ ആ വഴിയിലൊക്കെ പെട്രോൾ ഒഴിച്ച് വെച്ചേക്കും. അപ്പോൾ ഇതെന്നുള്ളത് നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പോലീസുകാർക്ക് നേരത്തെ മനസ്സിലായി ഇവരെന്തായാലും വരുമെന്ന്. അതുകൊണ്ട് അവർ അത് നശിപ്പിക്കാൻ വേണ്ടി പെട്രോളൊക്കെ ഒഴിച്ച് തീയിടാൻ റെഡിയായി നിൽക്കണേ. അങ്ങനെ അവർ നിൽക്കുമ്പോൾ തീ പടർന്നു വന്നു. അപ്പോൾ ഈ സമർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരത്തെ പറഞ്ഞ കരിക്കും വെള്ളമില്ലേ കയ്യിലുണ്ടായിട്ടുള്ളത്, അതൊഴിച്ച് തീ അങ്ങ് കിടത്തിക്കളയും. ആ പടർന്നു തന്നെ തീ കിടത്തിക്കളയും. എന്നിട്ട് അവർ വേഗം പോയിട്ട് ഡ്രൈവ് കണ്ടുപിടിക്കും, എവിടെയൊക്കെ മൊത്തം അടിച്ച് പറക്കി ഡ്രൈവ് കണ്ടുപിടിക്കും. എന്നിട്ട് ഇവർ പോകാൻ നേരത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ സമ്മർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ തീ അങ്ങ് കത്തിച്ചു വിടും. കാരണം അല്ലെങ്കിൽ പോലീസ് കണ്ടുപിടിക്കൂലേ ഇവർ ഓൾറെഡി കയറി സാധനം എടുത്തെന്നുള്ളത്. അതുകൊണ്ട് ഈ തീ അങ്ങ് കത്തിച്ചു വിടും. അങ്ങനെ തീ അങ്ങ് പടർന്ന് പിടിച്ച് അവിടുത്തെ ഫയൽസും എല്ലാം കത്തി ചാമ്പലാവുക. അപ്പോൾ ആ ചാമ്പലാവണതിൻ്റെ ഇടയിൽ മറ്റേ അലാറം ഓണാവുന്നു. അപ്പോൾ അലാറം ഓണാകുമ്പോൾ പോലീസുകാർക്ക് അലേർട്ട് പോകും. സമ്മർ പറയും, നീ ഒരു കാര്യം ചെയ്യും, നീ വേഗം പോയിട്ട് കാറ് ഓണാക്കി വെയിറ്റ് ചെയ്യും, എനിക്കൊരു ചെറിയ കാര്യവും കൂടി ചെയ്യാനുണ്ട്, ഞാൻ അത് ചെയ്തിട്ട് ഞാൻ ഓടി വരാം എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് ടൗണിൽ വെച്ച് കാണാമെന്ന് പറയും. അപ്പോൾ ഈ സമ്മർ നേരെ പോയിട്ട് ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ, അവിടെ കോർട്ട് ഹൗസിൽ ഫ്രിഡ്ജുണ്ട്, ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന്
പിങ്ക് കളർ പാക്കറ്റ് എടുക്കുന്നു. ആ സമയം പോലീസുകാർ അവിടെ എത്തി സമ്മറിനെ പിടികൂടിയിട്ട് കാറിലോട്ട് കയറ്റും. അങ്ങനെ പോലീസ് കാറിൽ കയറ്റി കൊണ്ടുപോകണത് ടെറിനോട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറത്ത് നിൽക്കാൻ പറഞ്ഞല്ല. അപ്പോൾ ടെറി ഇങ്ങനെ നിൽക്കുമ്പോൾ കാണും. എന്നിട്ട് ഈ പോലീസുകാരനെ ഫോളോ ചെയ്യും ടെറി എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ കണ്ണായി വേറൊരു പോലീസ് വണ്ടീനെ ടെറി അച്ചിടി അങ്ങ് ഇടിക്കും. ഫോളോ ചെയ്ത് പോയിട്ട് വേറൊരു പോലീസ് വണ്ടീനെ ഇടിക്കും. അതിലൊരു പോലീസുകാരനുണ്ടായിരുന്നു. എന്നിട്ട് ടെറി എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ പോലീസ് വണ്ടി നാളെ പിടിച്ച് വലിച്ച് പുറത്തിട്ടിട്ട് കഴുത്തിന് മുറുക്കി പിടിച്ച് അങ്ങ് ശ്വാസം മുടിക്കും. എന്നിട്ട് പറയും, മര്യാദക്ക് പറഞ്ഞോ അവളെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന്, ഇല്ലെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കുന്നു പറയും. ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ റേഡിയോ എടുത്തിട്ട് ചോദിക്കാൻ പറയും മറ്റേ പോലീസുകാരനോട്. അപ്പോൾ വേറൊരു പോലീസുകാരൻ റിപ്ലൈ കൊടുക്കും. അപ്പോൾ പറയും, നിനക്കൊരു 10 സെക്കൻഡ് സമയം ഞാൻ തരാം, എൻ്റെ കയ്യിൽ ആ വീഡിയോ ടേപ്പ് ഉണ്ട്, ആ ടേപ്പ് ഞാൻ തരാം, മര്യാദക്ക് സമ്മറിനെ വെറുതെ വിട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ടെറി പറഞ്ഞനുസരിച്ച് ഈ പോലീസുകാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിറ്റേ ദിവസം സമ്മറുമായിട്ട് വേറൊരു വഴിയരികിൽ കാത്തു നിൽക്കുവാണ്. ടെറി എന്നെ ഒന്ന് നോക്കി ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പോൾ അതേസമയം പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കോള് വരും. അപ്പോൾ ആ കോള് ചീഫ് എടുത്ത് സംസാരിക്കും. എന്നിട്ട് ടെറി പറയും, അപ്പോൾ ടെറി ആണെന്ന് ചീഫിന് മനസ്സിലാവും. അപ്പോൾ ടെറി പറയും, 2 ദിവസം മുമ്പ് വരെ ഞാൻ ഒരു സാധാരണ സിവിലിയനായിരുന്നു, ഇപ്പം കണ്ടില്ലേ നിങ്ങളുടെ നോട്ടപ്പുള്ളിയായി, എനിക്കിതൊക്കെ നിർത്തി പോകണമെന്നുണ്ട്, അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, എനിക്കാണെങ്കിൽ ഇന്നിപ്പോൾ വിട്ടു പോകാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ പിന്നെ പോലീസുകാർ തപ്പി നടക്കുമ്പോണ്ട് ടെറീൻ്റെ കാറ് ഇരുമ്പ് പാലത്തിൻ്റെ മുകളിൽ കിടക്കണം. അപ്പോൾ ഇവരൊന്ന് നോക്കുമ്പോണ്ട് ആദ്യം ഇടിച്ചിട്ട പോലീസുകാരനില്ലേ അയാളാണത്, അല്ലാണ്ട് ടെറിയല്ല അതിലുള്ളത്. അങ്ങനെ അപ്പോൾ വേറെ പോലീസുകാരന് അടുത്തോട്ട് വന്ന ചില്ലൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോണ്ട് ടെറി പിടിച്ചോണ്ട് പോയ പോലീസുകാരനാണ്, അല്ലാണ്ട് ടെറി ഇല്ല അതിൽ. അപ്പം തന്നെ മറ്റേ പുറത്ത് നിന്ന പോലീസുകാരൻ റേഡിയോയിൽ കോള് കൊടുക്കുന്നു, ഇതിലവനില്ല, അവൻ ഇല്ല, അവൻ നമ്മളെ പറ്റിക്കുമായിരുന്നു, ഇതില്ല എന്ന് പറയും. അപ്പോൾ ആ റേഡിയോയിൽ റിപ്ലൈ വരും, അവൻ അതിലില്ലേ, പിന്നെ അവൻ എവിടെ പോയി? ഇതേ സമയം സ്റ്റേഷൻ്റെ പുറത്ത് ഒരു കാറിൻ്റെ ഒച്ച കേട്ട് ഈ ചീഫ് പുറത്തോട്ട് നോക്കുമ്പോണ്ട് ടെറിയാണെന്ന് മനസ്സിലാവും. നോക്കുമ്പോൾ ടെറി ലോക്കർ റൂമിൻ്റെ സൈഡിലുള്ള ഈ പൈപ്പിൽ കയറ് കെട്ടി വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഈ ചീഫ് കാണുന്നത്. അപ്പോൾ ചീഫ് വേഗം റേഡിയോ കോൾ കൊടുക്കും, അവൻ്റെ ലോക്കർ റൂം തകർത്ത് അവൻ്റെ പണം എടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന്. അപ്പം തന്നെ എല്ലാവരും കൂടി പടഞ്ഞ് നേരെ ലോക്കർ റൂമിൻ്റെ പോലീസ് സ്റ്റേഷനിലോട്ട് അടിച്ചു വഞ്ചു വിടുക. അപ്പോൾ ആ വോളൊക്കെ തകർന്ന് വീണപ്പോൾ ഇവൻ ഉള്ളിൽ കയറി വിളിച്ചു നിന്ന്. അപ്പോൾ ചീഫ് ഓഫീസർ തോക്കും പിടിച്ചിങ്ങ് പോണേണ് ലോക്കർ റൂമിലോട്ട്. പെട്ടെന്ന് ഇവൻ ബാക്കിൽ നിന്ന് വെടിവെക്കും. ഈ ഒച്ചയൊക്കെ കേട്ട് പോലീസുകാർ ഓടി ഉള്ളോട്ട് കയറി വരും. എന്നിട്ട് തോക്കി കൊണ്ടിട്ട് ടെറിനോട് പറയും കീഴടങ്ങാൻ. എന്നിട്ട് അപ്പം തന്നെ ടെറി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പോലീസുകാരൻ്റെ തോക്ക് തട്ടിപ്പറിക്കുന്നു. എന്നിട്ട് ടെറി പറയും, നിനക്കെന്നെ സഹായിക്കാൻ കഴിയും എന്ന് ഈ പോലീസുകാരിനോട് പറയും. നിനക്ക് ഇൻ കേസ് എന്നെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും സമ്മറിനെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഈ മെമ്മറി കാർഡുകൾ ആ പോലീസുകാരിക്ക്. എൻ്റെ പുതിയ ഡീൽ ഇതാണ്, എന്നെയും സമ്മറിനെയും സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷൻ എത്തണവരെ നിങ്ങൊന്നും ചെയ്യാൻ പാടില്ല, വല്ല മണ്ടത്തരം നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഇവിടെയുള്ള എവിഡൻസൊക്കെ ഞാൻ നശിപ്പിക്കുന്നു പറയും. എന്നും പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പണവും മറ്റുള്ള തെളിവുകളൊക്കെ എടുത്ത് നിലത്തിട്ടിട്ട് ടെറി കത്തിക്കാൻ പോകും. അപ്പോൾ ഈ പെൺ പോലീസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ റേഡിയോയിൽ കൂടി പറയും, ഞാൻ അവനെ പിടിച്ചിട്ടുണ്ട്, ഇപ്പോൾ പുറത്തോട്ട് വരാം എന്ന് ഈ പെൺ പോലീസ് പറയും. പുറത്ത് വന്ന പോലീസുകാരൻ ചോദിക്കും, കോർട്ട് ഹൗസിൽ നിന്ന് മോഷ്ടിച്ച മെമ്മറി കാർഡൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ ഈ പെൺ പോലീസുകാരി ആ മെമ്മറി കാർഡ് അയാൾക്ക് കൊടുക്കും. അയാൾ ഉടനെ ആ മെമ്മറി കാർഡ് വാങ്ങിയിട്ട് നിലത്തിട്ട് നശിപ്പിച്ച് കളയും, ചവിട്ടി അങ്ങ് നശിപ്പിച്ച് കളയുന്നു. അപ്പോൾ ടെറി ചോദിക്കും, സമ്മർ അവിടെ?
എന്ന് ചോദിക്കുമ്പോൾ ഈ പോലീസുകാരൻ പറയും എൻ്റെ വണ്ടീൻ്റെ ബാക്കിൽ കിടന്നുറങ്ങുന്നുണ്ട്, ഞാൻ കൊടുത്ത ഡോസ് എത്തി കൂടിപ്പോയോന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് പറയും. എന്നും പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരൻ ഷൂട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം പോലീസുകാരൻ ടെറിൻ്റെ വണ്ടി കണ്ടിട്ട് ചെക്ക് ചെയ്യാൻ പോയ പോലീസുകാരൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നീ എന്ത് ചെയ്യണം, ഇപ്പോൾ വെടിവെക്കല്ലേ, അവനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്, അപ്പോൾ വെടിവെക്കല്ലേ എന്ന് പറയും. അപ്പോൾ വെടിവെക്കാൻ പോയ പോലീസുകാരൻ പറയും, ഇവരിപ്പോൾ ഞങ്ങൾക്ക് തലവേദനയാണ്, ഇവരങ്ങ് കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് റെക്കോർഡ് ക്ലീൻ ആയിരിക്കും, ആർക്കും ഈ പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയും. പിന്നെ ആ പോലീസുകാർ തമ്മിൽ വാക്കേറ്റവും നടക്കുന്നു. അപ്പോൾ ആ സമയം ചീഫ് ഓഫീസർ ഓടി വന്നിട്ട് തർക്കിച്ചുകൊണ്ടിരുന്ന പോലീസുകാരൻ്റെ കാലിൽ വെടിവെക്കുന്നു. എന്നിട്ട് പറയും, സോറി, എനിക്ക് വേറെ ഒരു വഴിയും ഇല്ല, ഇത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും, ഇല്ലാണ്ട് വേറെ ഒരു വഴിയില്ല എന്ന് പറയും. അപ്പോൾ ഈ പോലീസുകാരൻ പറയും, ഈ വോണ്ട് അങ്ങനെ സാരം വോണ്ടല്ലാന്ന് തോന്നുന്നു, അയാളുടെ ഒരുപാട് ചോര കൊണ്ട് നരമ്പെന്തോ പൊട്ടിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഈ ചീഫ് പറയും, ഇത് ഭയങ്കര തലവേദന ആയല്ലോ, എന്താ ഇത്. അപ്പം ഈ ചീഫ് പറയും, നിങ്ങൾ ആരും ഇപ്പം മെഡിക്കൽ എമർജൻസി വിളിക്കല്ലേ, നമ്മളൊന്നും അവനെ ചെയ്തിട്ടില്ലല്ലോ, ഇതിനെല്ലാം കാരണക്കാരൻ ടെറിയാണ്, അപ്പോൾ ടെറിനെ നമുക്ക് ശരിയാക്കണം. അപ്പം തന്നെ ടെറി വേഗം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വെടികൊണ്ട് നാളെ വലിച്ച് വേറെ ഒരു കാറിൻ്റെ ബാക്കിലോട്ട് വലിച്ചുകൊണ്ട് ഇടുന്നു. എന്നിട്ട് അതേ സമയം പോലീസുകാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ടെറിനെ കൊല്ലാൻ വേണ്ടി വെടിവെക്കുന്നു. അപ്പോൾ ആ ടെറി എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരത്തെ എവിഡൻസ് റൂമിൽ കയറി ഇപ്പോൾ കുറേ ഗ്യാസ് ബോംബൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ബാഗിൽ ഇട്ടിട്ടുണ്ട്, അതൊക്കെ എടുത്ത് അങ്ങോട്ട് എറിയും ടെറി. ഈ സേഫ്റ്റിക്ക് വേണ്ടി എടുത്ത് ബാഗിൽ ഇട്ടതാണ് നേരം. അപ്പോൾ ആ വെടികൊണ്ട പോലീസുകാരനോട് പറയും, സമ്മറിനിപ്പോൾ എന്തായാലും എൻ്റെ സഹായം വേണം, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കും പോലീസുകാരനോട്. അപ്പോൾ ടെറിനോട് പോലീസുകാരൻ പറയും, ഡ്രൈവർ സീറ്റിൻ്റെ മുകളിലായിട്ട് ഒരു ഡിസ്കോ ലൈറ്റ് പോലത്തെ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഓണാക്കി കഴിഞ്ഞാൽ ഡാഷ് ക്യാം ഓണാവും, പക്ഷേ ഇതിനൊക്കെ നിനക്ക് 2 സമയം ഉണ്ടാവുള്ളൂ എന്ന്. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ കയ്യുള്ള ഷോട്ട് ഗണ്ണെടുത്ത് ഈ മാസ് നടന്നിട്ട് നേരെ ഓപ്പോസിറ്റ് വന്ന ആളുടെ തലക്കിട്ട് വച്ചെറി വെച്ച് കൊടുത്ത് അയാളെ മലത്തി അടിക്കും ടെറി. പിന്നെ ഒരു അടിപൊളി ആക്ഷൻ സീക്വൻസാണ്, വെടിയും പുകയും അടിയും ഒക്കെ ആയിട്ട്. അങ്ങനെ ടെറി എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓടിപ്പോയി വേറെ ഒരു പോലീസ് വണ്ടി കയറി വേഗം റൂഫ് ലൈറ്റും ഡാഷ് ക്യാമൊക്കെ ഓണാക്കുന്നു. എന്നിട്ട് ആ വണ്ടി എടുത്ത് പോയി പോക്കുണ്ട് ടെറി എന്നിട്ട് വേഗം ഈ വണ്ടി എടുത്ത് വേഗം ആ പരിക്കേറ്റ പോലീസുകാരൻ്റെ അങ്ങോട്ട് പറപ്പിച്ചു കൊണ്ടു. അപ്പോൾ തന്നെ ആ ചീഫ് ഓർഡർ ഇടും, എല്ലാവരും അവനെ ചീഫ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ടെറി വേഗം ചാടി ഇറങ്ങിയിട്ട് ചെറിയ പേഴ്സ് എടുത്ത് അതിൽ നിന്ന് സമ്മറിൻ്റെ മൂക്കിലോട്ട് ഈ സാധനം വെച്ച് കൊടുക്കണം. എനിക്ക് തോന്നുന്നു ബോധം വരാനുള്ളവല്ലായിരിക്കും. അപ്പോൾ വെടികൊണ്ട പോലീസുകാരൻ പറയും, അവൾക്ക് ബോധം വരാൻ കുറച്ച് സമയം എടുക്കും, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും രക്ഷപ്പെട്ടേ പറ്റുമെന്ന് പറയും. അപ്പം അങ്ങ് കാറിൽ കയറി പോകാൻ നിൽക്കുമ്പോഴാണ് ആദ്യം വെടിവെക്കാൻ പോയ ആ പോലീസുകാരൻ ടെറീൻ്റെ വരെ തോക്കും ചൂണ്ടിയിരിക്കണം. പക്ഷേ അയാളുടെ കഷ്ടാലത്തി ആ തോക്കി ഉണ്ട്. അപ്പം തന്നെ ഇയാൾ ചാടിക്കയറി ടെറീനെ അങ്ങ് പിടിക്കും. അപ്പോൾ ടെറി വണ്ടി എടുത്ത് ഒറ്റ വിടലങ്ങ് വിടും. ഈ പോലീസുകാരൻ ടെറീൻ്റെ കഴുത്തി തൂങ്ങിക്കിടക്കുമായിരിക്കും വണ്ടിയിൽ. ഈ പോലീസുകാരൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലാത്തി പോലത്തെ സാധനം ഉണ്ടല്ലോ, ആ സാധനം എടുത്തിട്ട് ആ ബാക്കിലത്തെ ചില്ലടിച്ചങ്ങ് പൊട്ടിക്കും. ആ ഒച്ച ഇട്ടിട്ട് നെട്ടിനീച്ച സമ്മർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇയാളെ തള്ളി അങ്ങ് താഴ്ത്തിടും. അപ്പം തന്നെ ചീഫ് ഓഫീസർ എന്ത് ചെയ്യുന്ന വെച്ചാൽ റേഡിയോയിൽ കോൾ കൊടുക്കും, ഇവിടെ നിന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരുത്തൻ്റെ രക്ഷപ്പെട്ട് വണ്ടിയുമായിട്ട് പോയിട്ടുണ്ട്, എല്ലാവരും അലേർട്ടായി നിൽക്കാൻ പറഞ്ഞ് റേഡിയോ കോൾ കൊടുക്കും. അപ്പം വെടികൊണ്ട പോലീസുകാരൻ പറയും, ചീഫ് നിന്നെ വെടിവെക്കണത് ക്യാമറ റെക്കോർഡായിട്ടുണ്ട്, അപ്പോൾ അത് സേഫായിട്ട് വെക്കണമെന്ന് പറഞ്ഞു. ഇത് അയാൾക്ക് എതിരെയുള്ള തെളിവാണ്. ഈ സമയം ഹൈവേ പോലീസുകാർ ഇവനെ ഫോളോ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓണാക്കുമ്പോൾ അവർ പറയണ കോഡുകൾ കേൾക്കുവാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ചീഫിൻ്റെ വണ്ടി അടിച്ചു പിടിക്കാൻ വേണ്ടി വന്നു.
അപ്പം ഈ ചീഫ് മറ്റേ ജെസ്സിക എന്ന് പറഞ്ഞ പെണ്ണിനോട് അവരുടെ വാഹനം ഇടിച്ചിടാൻ പറഞ്ഞ് വോയിസ് റേഡിയോ കോൾ കൊടുക്കണം. ഇത് കേട്ടാൽ ടെറിയും കൂട്ടരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഇട്ട് റെഡി ആക്കും. ഏത് സമയം വേണേൽ ഇടി വരാമല്ലോ ജെസ്സികേൻ്റെ. അപ്പം ഈ ജെസ്സികേൻ്റെ വണ്ടി അവരെ പാസ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് ആ ചീഫിൻ്റെ വണ്ടീനെ പോയി ഇടിക്കും. അപ്പം ഈ റേഡിയോയിൽ വേറൊരു പോലീസുകാരൻ്റെ കോൾ തന്നെ 10:59 ആക്റ്റീവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ ടെറി മറ്റേ വെടികൊണ്ട പോലീസുകാരനോട് ചോദിക്കും, എന്തെന്ന് ഈ 10:59? അപ്പോൾ ആ പോലീസുകാരൻ പറയും, അതൊരു എസ്കോർട്ട് ചെയ്യാനുള്ള കോഡാണെന്ന് പറയും. സ്റ്റേറ്റ് പോലീസുകാർ നമ്മളെ എസ്കോർട്ട് ചെയ്യാനാണ് വന്നത്, പിടിക്കാനല്ല, നമ്മൾ സേഫാണെന്ന് പറയും. എന്താ നമ്മളിപ്പോൾ തന്നെ 2 മിനിറ്റുള്ളിൽ സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു വേറൊരു പോലീസുകാരൻ റേഡിയോയിൽ കൂടി അറിയിച്ചു, നിങ്ങൾക്ക് കിട്ടേണ്ട നീതി ഇപ്പോൾ കിട്ടുമെന്നും പറയും. അതേസമയം തന്നെ വേറെ പോലീസുകാരും മറ്റേ ചീഫ് പോലീസ് ഓഫീസറിനെ അറസ്റ്റ് ചെയ്യും. അയാളെ ജെസ്സിക ഇടിച്ച് മറിച്ചിട്ടല്ല. അപ്പം കിട്ടാൻ പോണ നീതി ഇനി അധികം ദൂരമല്ല എന്ന് മനസ്സിലാക്കി അവർ സന്തോഷം സങ്കടം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ട് ടെറി എമർജൻസി എത്തിയോണ്ട് തന്നെ വേഗം ചാടിപ്പോയി സമ്മറിനടുത്ത് പൊക്കി കൊണ്ടുപോയിട്ട് സ്ട്രക്ചറിൽ കൊണ്ടുപോയി കിടത്തുന്നു. എന്നിട്ട് നേരെ ഉള്ളോട്ട് വിടുന്നു. ആ സമയം തന്നെ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ ചുമരിന്ന് ഇത് സേഫ്റ്റി ഇതിൻ്റെ ഇടിച്ച് പൊളിച്ചായിരുന്നു ചുറ്റി എടുത്തുകൊണ്ടെന്ന് കാറിൻ്റെ ഡിക്കി തുറന്നിട്ട് ആ ക്യാമറ സിസ്റ്റം വലിച്ചു പറിച്ച് അടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് അവൻ്റെ കയ്യിൽ വെച്ച് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഈ സമ്മറിനെ കൊണ്ടുപോയതിൻ്റെ പുറത്ത് ഈ ബെഞ്ചിൽ വന്നിട്ട് വന്നിരിക്കും. എന്നിട്ട് കണ്ണടച്ച് സമാധാനത്തോടെ ഇരിപ്പുണ്ട്. ആ ഇരിപ്പോടെ കഥ തീരുവാണ്. തനിക്ക് കിട്ടേണ്ട നീതി നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോയ ഒരു മനുഷ്യൻ്റെ കഥയാണിത്. എത്രയൊക്കെ മറച്ചു വെച്ചാലും സത്യം പുറത്തു വരുമെന്നാണ് ഈ സിനിമ കാണിക്കുന്നത്. സത്യം നമ്മുടെ ഒപ്പം ആണെങ്കിൽ അത് നിലംപരിശാവുമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു കഥയായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ ഫോളോ ചെയ്യുക തന്നെ.